വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. വിജയേട്ടാ, കഴിഞ്ഞ ദിവസം പെരുന്നാളായിരുന്നു. അപ്പോ ഇറാൻ പെരുന്നാളിന് GCC രാജ്യങ്ങളോട് പറഞ്ഞത്, ഞങ്ങൾക്ക് നിങ്ങളുമായിട്ട് യാതൊരുവിധ തർക്കവുമില്ല. ഈ ദിനത്തിൽ മുസ്ലിം രാജ്യങ്ങൾക്ക് ഇറാന്റെ പ്രസിഡന്റിന്റെ സമാധാന സന്ദേശം അയച്ചു എന്നുള്ളതാണ്. സമാധാന സന്ദേശത്തിന് പുറമെ ബോംബും അയച്ചു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസം ഇറാന്റെ നതാൻസ് എന്ന് പറയുന്ന ആണവ കേന്ദ്രം ആക്രമിച്ച ദിവസമായിരുന്നു. അതിന് ഇറാൻ തിരിച്ചടി കൊടുത്തു എന്നുള്ള റിപ്പോർട്ട് പുറത്തു വന്നു. മാരകമായിട്ടുള്ള ആക്രമണമായിരുന്നു നതാൻസ് എന്ന് പറഞ്ഞ ആണവ നിലയത്തിൽ ഉണ്ടായത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അതിന്റെ കൂട്ടത്തിൽ വലിയ എന്തോ കാര്യം സംഭവിക്കാൻ പോകുന്നു എന്നാണ് മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. അതായത് ഹോർമൂസ് കടലിട് കടച്ചതിൽ 22 രാജ്യങ്ങൾ രോഷാകുലരാണ് എന്നുള്ള റിപ്പോർട്ടുകളാണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പോഴും നമ്മൾ ചില്ലായിട്ട് ചായയൊക്കെ കുടിച്ച് നമ്മളിവിടെ ദുരന്തർ 2 ഒക്കെ കണ്ട് നമ്മുടെ പ്രൊപ്പഗാൻഡകളൊക്കെ ചർച്ച ചെയ്ത് നമുക്ക് സ്പെഷ്യൽ ജലപാത തുറന്നു തന്നു, കോറിഡോർ തുറന്നു തന്നു ഇറാൻ. നമുക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള ഇറാന്റെ നാവികസേന നമുക്ക് അകമ്പടി സേവിക്കുകയാണ് ഈ യുദ്ധത്തിൽ. അതാണ് ഏറ്റവും വലിയ പോയിന്റ് എന്ന് പറയുന്നത്. ഇന്ന് ഞാൻ കൊടുത്തൊരു വാർത്തയാണ്, ഇറാന്റെ നാവികസേന നമ്മുടെ കപ്പലിന് അകമ്പടി സേവിക്കുകയാണ്. സാധാരണ നമ്മളെ കപ്പലിന് നമ്മുടെ നാവികസേനയാണ് അകമ്പടി സേവിക്കുന്നത്. ഇവിടെയുള്ള പ്രൊപ്പഗാൻഡകളൊക്കെ പൊളിച്ചെടുക്കാനായിട്ട് ഇറാന്റെ നേതാക്കന്മാരോട് ചോദിക്കും, ഇന്ത്യയും നിങ്ങളുമായിട്ട് ഇപ്പൊ നല്ല ടേംസിലല്ലേ, കാരണം ഇന്ത്യ ഇസ്രായേലിനെ സഹായിക്കുകയാണെന്ന് നേതാക്കന്മാർ പറയാം. അങ്ങനെയൊന്നുമില്ല, അതൊക്കെ നിങ്ങളുടെ മാത്രമായിട്ടുള്ള പ്രൊപ്പഗാൻഡാസ് ആണ്. അങ്ങനെയൊന്നുമില്ല, ഇന്ത്യ നമ്മൾ തമ്മിൽ നല്ല ബന്ധമാണെന്ന് പറഞ്ഞ് അങ്ങനെ പോകുന്നു. നമ്മുടെ കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് പോകുന്നത്. ഇതിന്റെ കൂട്ടത്തിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഇറാന്റെ യുറേനിയം പിടിച്ചെടുക്കാനായിട്ട് ട്രംപ് ഇപ്പൊ ശ്രമിക്കുകയാണ്. ആദ്യം പറഞ്ഞു ഹോർമൂസ് കടലിൽ പിടിച്ചെടുക്കുമെന്ന് പറഞ്ഞു. ഇപ്പൊ പറഞ്ഞു ഇറാന്റെ യുറേനിയം പിടിച്ചെടുക്കാനായിട്ട് ഞാൻ പ്രത്യേക കമാൻഡോസിനെ അങ്ങോട്ടേക്ക് ഇറക്കാൻ പോവുകയാണ് എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ നതാൻസ് ആക്രമിച്ചതിന് ശേഷം ഇറാനിൽ റേഡിയേഷൻ ഭീതി പടരുന്നു എന്നുള്ള റിപ്പോർട്ട് പുറത്തു വന്നു. അപ്പൊ ഇറാനിൽ മാത്രമല്ല റേഡിയേഷൻ ഭീതി ഉണ്ടാകുന്നത്. നേരത്തെ ഇസ്രായേലിനോട് പറഞ്ഞതാണ്, നിങ്ങൾ ഇറാന്റെ എണ്ണപ്പാടങ്ങൾ ആക്രമിക്കില്ലെന്ന് പറഞ്ഞു. സൗത്ത് പാർട്സ് ആക്രമിച്ചപ്പോൾ ഈ GCC രാജ്യങ്ങൾ ഇസ്രായേലിനോട് പറഞ്ഞു, ശരി എണ്ണപ്പാടങ്ങൾ ആക്രമിക്കുന്നില്ല എന്ന് പറഞ്ഞ് നേരെ ആണവ നിലയത്തിൽ പോയി ആക്രമിച്ചു. ആണവ നിലയത്തിൽ ഇപ്പോൾ റേഡിയേഷൻ പടർന്നു കഴിഞ്ഞാൽ അതിലും വലിയ ഭീകരതയാണ് ഇപ്പൊ GCC രാജ്യങ്ങളിലേക്ക് വരാൻ പോകുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഇതിന്റെ കൂടെ കൂട്ടിച്ചേർക്കാവുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത്, ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനം പരാജയമാണെന്ന് ഇറാൻ ഒന്നുകൂടെ തെളിയിച്ചിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ട് പുറത്തു വരുന്നു. ലിറ്റിൽ ഇന്ത്യ എന്നറിയപ്പെടുന്ന നഗരത്തെ ഇറാൻ ആക്രമിച്ചു. അവിടെ 100-ലധികം പേർക്ക് പരിക്കുണ്ട് എന്നുള്ളത് ഒരു ചെറിയ വാർത്തയല്ല, ഒരു വലിയ വാർത്തയാണ്. ഇപ്പൊ ട്രംപ് വീണ്ടും പറഞ്ഞിരിക്കുന്നത്, ഹോർമൂസ് തുറക്കുക, ഇല്ലെങ്കിൽ നിങ്ങളുടെ ആണവ കേന്ദ്രം സമ്പൂർണ്ണമായിട്ട് ഞങ്ങൾ നശിപ്പിക്കുമെന്ന് പറയുകയാണ്. ഇപ്പോഴിതാ അതിർത്തി കടന്ന് യുദ്ധം പോകുന്നു എന്നതാണ് നമ്മുടെ ലാസ്റ്റ് പോയിന്റ്. ട്രംപിന്റെ അന്ത്യശാസനത്തിന് ശേഷം ഇറാനുള്ള G7 രാജ്യങ്ങളുടെ അവസാന മുന്നറിയിപ്പ് ഇപ്പൊ എത്തിയിരിക്കുകയാണ്. അപ്പൊ ഈ G7 രാജ്യങ്ങൾ ഇറാന് മുന്നറിയിപ്പ് കൊടുക്കുമ്പോൾ ട്രംപിന്റെ കഴിഞ്ഞ ദിവസത്തെ ആ ഒരു എന്താ പറയാ, ആ ഒരു പരിതാപകരമായിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ടല്ലോ, ഞങ്ങളെ സഹായിച്ചില്ല, ഇത് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് എന്നൊക്കെ ട്രംപ് പറഞ്ഞത് ഏറ്റവും ഈ യുദ്ധം പിന്നീട് ഇനി ഏത് രീതിയിലേക്കാണ് പോകുന്നത്, ഇത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ, ഇങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് പെട്രോളിന് ഇപ്പോൾ പ്രീമിയം പെട്രോളിന് 2 രൂപ കൂട്ടി, 2.35 രൂപയാണ് കൂട്ടിയിരിക്കുന്നത്. അത് നമ്മൾ ഇതിൽ നമുക്ക് പറയണം, സാധാരണ പെട്രോളിന് നമ്മൾ വില കൂട്ടുമ്പോൾ നമ്മൾ 75 ദിവസത്തേക്കുള്ള ഇന്ധനം സ്റ്റോക്ക് ഉണ്ടെന്നാണ് പറയുന്നത്. അതിനു മുമ്പ് ഈ യുദ്ധം അവസാനിക്കുമോ, അല്ലെങ്കിൽ നമ്മുടെ കാര്യം അവതാളത്തിലാകും? ഇപ്പോൾ ഈ വാർത്തകൾ പുറത്തു വരുമ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാകുകയാണ്. കാരണം ലോകത്തിന്റെ കണക്കൂട്ടൽ, ഇറാനെ കുറിച്ചുള്ള കണക്കൂട്ടലുകളെല്ലാം തെറ്റുകയാണ്. പാശ്ചാത്യ മാധ്യമങ്ങളും അമേരിക്കയുടെയും പോലും കണക്കൂട്ടൽ തെറ്റുന്നു എന്ന് വേണം നമ്മൾ ഇതിന് മനസ്സിലാക്കാൻ. കാരണം മുമ്പ് ഈ പാശ്ചാത്യ മാധ്യമങ്ങൾ പറഞ്ഞത് 2000 കിലോമീറ്റർ ദൈർഘ്യം വരുന്ന മിസൈലുകൾ മാത്രമാണ് ഇറാന്റെ പക്കൽ ഉള്ളതെന്ന് പറയുന്നു. പക്ഷെ കഴിഞ്ഞ ദിവസം ഡിഗോ ഗാർഷിയ എന്ന് പറയുന്ന ഇറാനിൽ നിന്ന് 3800 കിലോമീറ്റർ അകലെയുള്ള ഒരു പ്രദേശമാണ്, ഒരു ദ്വീപാണ്. ആ ദ്വീപിലേക്ക് അവർക്ക് മിസൈലുകൾ പായിക്കാനും UK സൈനിക ബേസിന് നേർക്ക് ആക്രമണം നടത്താനും അവർക്ക് കഴിഞ്ഞിരുന്നു. ഈ ഒരു കാര്യം തന്നെ അവരെ മാറി ചിന്തിപ്പിക്കാൻ, അല്ലെങ്കിൽ ഈ പാശ്ചാത്യ രാജ്യങ്ങളുടെ ചിന്താഗതിയെ മാറ്റാൻ കഴിഞ്ഞിരിക്കുന്നു എന്ന് തന്നെ മനസ്സിലാക്കേണ്ടി വരും. കഴിഞ്ഞ ദിവസം ഇറാന്റെ ഈ ആണവ നിലയത്തിന് നേർക്ക് ഒരു വലിയ ആക്രമണം നടന്നു. പക്ഷെ ഇസ്രായേൽ അതിന് പിന്നാലെ പറഞ്ഞത്, ഞങ്ങളല്ല ഈ ആക്രമണം നടത്തിയ അമേരിക്കയാണ് എന്നുള്ളതാണ് പറഞ്ഞത്. പക്ഷെ ഇറാൻ അതിന് തിരിച്ചടി കൊടുത്തിരിക്കുന്നത് ഈ തെക്കൻ ഇസ്രായേലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ നഗരമായ ഡിമോണയിലാണ്. ഈ ഡിമോണയുടെ പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ, ഇസ്രായേലിലെ ആണവ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് ഡിമോണ. നമ്മളെ സംബന്ധിച്ച്, നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചും വളരെ വൈകാരികമായ അടുപ്പമുള്ള ഒരു സ്ഥലമാണ്. ലിറ്റിൽ ഇന്ത്യ എന്നാണ് അറിയപ്പെടുന്നത്. അവിടുത്തെ 30% ജൂതന്മാർ എന്ന് പറയുന്ന മഹാരാഷ്ട്രയിൽ നിന്നും മറ്റും കുടിയേറിയിട്ടുള്ള ഇന്ത്യൻ വംശജരായിട്ടുള്ള ജൂതന്മാരാണ്. നമ്മുടേതായിട്ടുള്ള പാനിപ്പപ്പടിയുടെയും അതുപോലെ തന്നെ ഭോൽപൂരിയുടെയും ഒക്കെ കടകൾ നിറഞ്ഞിരിക്കുന്ന, ഇല്ലെങ്കിൽ ഹിന്ദി പാട്ടുകൾ കേൾക്കുന്ന ഒരു ഇടം കൂടിയാണ്. മറാത്തി സംസാരിക്കുന്ന ജൂതന്മാരുള്ള ഒരു ഇടക്കെ കൊണ്ടാണ് ലിറ്റിൽ ഇന്ത്യ എന്ന് പറയുന്നത്. ഏതായാലും അവിടെ 10 പേർ കൊല്ലപ്പെടുകയും 100-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു എന്ന് പറയുമ്പോൾ തന്നെ ഇത്തരം ശക്തമായ പ്രതിരോധ സംവിധാനങ്ങളുള്ള ഒരു ഇടം
ഇസ്രായേലിന്റെ തന്നെ ഏറ്റവും മർമ്മപ്രധാനമായ ഒരു സ്ഥലം, അതായത് അവരുടെ ആണവ നിലയങ്ങൾ സ്ഥിതി ചെയ്യുന്ന ഒരിടം, അവിടേക്ക് ഇറാൻ ആക്രമണം നടത്തി എന്ന് പറയുമ്പോൾ അതൊരു ചെറിയ കാര്യമല്ല. ഇവിടെ ധനുഷ് നേരത്തെ പറഞ്ഞത് കണക്ക് അവരുടെ പ്രതിരോധ സംവിധാനം അയൺ ഡോം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒരു വാർത്ത ഉണ്ടായിരുന്നു. അവരുടെ ഇന്റർസെപ്റ്റ്, അതായത് ഇത് വരുമ്പോൾ മിസൈലുകൾ തകർക്കാനുള്ള ശേഷി, അതിന് വലിയ ഷോർട്ടേജ് അവർ നേരിടുന്നുണ്ട്. കാരണം അടിക്കടി ഇറാന്റെ ആക്രമണം വന്ന് ഇവരുടെ കയ്യിലുള്ള ഈ ഷോർട്ട് ആകുന്നു. നമ്മൾ കണ്ടതാണ് കുറച്ചു നാൾക്ക് മുമ്പ് ഇന്ത്യ റഷ്യയുടെ നിന്ന് വളരെ തിരക്കിട്ട് വാങ്ങുന്നത്. കാരണം ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഷോർട്ടേജ് വന്നു. അപ്പൊ ഈ യുദ്ധം നീണ്ടു പോകുമ്പോൾ ഇതിന് ഷോർട്ട് വരിക എന്നുള്ളത് സ്വാഭാവികമായ ഒരു കാര്യമാണ്. അപ്പോൾ ഇന്ത്യയിലായിരുന്നെങ്കിൽ ആൾക്കാർ ചോദിച്ചാൽ ഇതൊക്കെ നേരത്തെ സ്റ്റോക്ക് ചെയ്യേണ്ട എത്രണ്ണം വേണം എന്നുള്ളതെന്ന് ചോദിച്ചു. കാരണം ഈ എന്ന് പറയുന്ന ആൾക്കാരാണ്. പക്ഷെ ഇസ്രായേലിൽ അങ്ങനെയല്ല, അവർ കുറച്ചൊരു ബുദ്ധിയുള്ളതുകൊണ്ട് അവർ ചോദിക്കത്തില്ല, രാജ്യസ്നേഹമുണ്ട്. അപ്പം അത് കുറഞ്ഞിരിക്കുന്നു. ആ ഒരു സമയം നോക്കി തന്നെയാണ് ഇറാൻ അടിക്കുന്നത്. പക്ഷെ ഇവിടെ ഇസ്രായേൽ ഒരു മുന്നറിയിപ്പ് പാശ്ചാത്യ രാജ്യങ്ങൾക്ക് നൽകുന്നുണ്ട്. പ്രത്യേകിച്ച് ബ്രിട്ടനും ജർമ്മനിക്കും അടക്കം ഒരു മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അവർ പറയുന്നത് കഴിഞ്ഞ ദിവസം ഈ ഷാഗോസ് ദ്വീപിലെ ഇറാൻ ഈ UK ഒരു സൈനിക ബേസിന് നേരെ ആക്രമണം നടത്തിയിരുന്നു. അപ്പൊ ഇസ്രായേൽ ഇപ്പൊ പറയുന്നത് ബെർലിൻ, പാരീസ്, ലണ്ടൻ തുടങ്ങിയവയിലേക്ക് ഇറാൻ ആക്രമണം നടത്തും, മിസൈൽ ആക്രമണം ഉണ്ടാകും, അതുകൊണ്ട് നിങ്ങൾ ജാഗ്രതയിൽ ഇരിക്കണമെന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്, ഇറാൻ ഒറ്റയ്ക്കല്ല ഈ കളത്തിൽ ഇറങ്ങി നിൽക്കുന്നതെന്നും ഇറാൻ ഉടനെയെങ്കിലും ഇത് യുദ്ധം തീർക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നും ഇതിൽ നിന്ന് വ്യക്തമാകുന്നുണ്ട്. ഇവിടെയാണ് റഷ്യയുടെയും ചൈനയുടെ ഒക്കെ വലിയ പിന്തുണ, ഉത്തര കൊറിയയുടെ അടക്കമുള്ള വലിയ പിന്തുണ ഇറാനുണ്ട്. അവർ തന്നെയാണ്. കാരണം ഇതിനകത്ത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ നാഴേക്ക് 40 വട്ടം ആക്രമിക്കുമെന്ന് പറഞ്ഞ രാജ്യങ്ങളെയൊക്കെ തന്നെയാണ് ഇറാൻ ആക്രമിക്കുന്നത്. UK ആദ്യം സൈപ്രസിൽ, പിന്നെ ഡീഗോ ഗാർഷ്യയിൽ, പിന്നെ ഇപ്പോൾ പറയുന്ന ഷാഗോസ് ദ്വീപില്, ഇവിടെ എല്ലാം ബ്രിട്ടന്റെ സൈനിക താവളങ്ങൾക്ക് നേരെയാണ് ആക്രമണം നടത്തിയത്. ഇനി അത് ബെർലിനിലേക്ക് നീണ്ടു കഴിഞ്ഞാൽ പുടിൻ പറഞ്ഞ രണ്ടാമത്തെ രാജ്യവും അതാകും, ജർമ്മനിയായി മാറും. പിന്നെ ഇറ്റലിയിലേക്ക് ഉള്ള ആക്രമണം, ഇവിടെ എല്ലാം അതായത് പാശ്ചാത്യ രാജ്യങ്ങൾ റഷ്യയുടെ നിന്നുള്ള ആക്രമണം ഭയന്നിരുന്ന ഇടങ്ങളാണ് ഇതൊക്കെ. ഇങ്ങോട്ടൊക്കെയാണ് ഇപ്പോൾ ഇറാന്റെ ലക്ഷ്യം വെക്കുന്നത്. അതായത് ഇപ്പോൾ അതിനിടയിലാണ് ട്രംപ് എരുതിയിൽ എണ്ണ ഒഴിക്കുന്ന വിധം ട്രംപ് പറഞ്ഞിരിക്കുന്നത്, അടുത്ത 48 മണിക്കൂറിന് ഹോർമുസ് കടലിലേക്ക് തുറന്നു തന്നില്ല എങ്കിൽ ഇറാന്റെ എല്ലാ ഊർജ്ജ പ്ലാന്റുകളും ഞങ്ങൾ ഇല്ലാതാക്കും, അവരെ ഞങ്ങൾ ഇരുട്ടിലാഴ്ത്തും എന്നാണ്. വൈദ്യുതി പ്ലാന്റുകൾ ഉൾപ്പെടെയാണ് അവർ പറഞ്ഞത്. ഇവിടെ ശ്രദ്ധേയമായ ഒരു കാര്യമുണ്ട്, ഇറാൻ ആയാലും മിഡിൽ ഈസ്റ്റ് ആയാലും അവരുടെ അന്നം എന്ന് പറയുന്നത് ഈ ഊർജ്ജ പ്ലാന്റുകളാണ്, ഈ എണ്ണയും മറ്റും ഉത്പാദിപ്പിക്കുന്ന കേന്ദ്രങ്ങളാണ്. അതിനെ നശിപ്പിച്ചു കഴിഞ്ഞാൽ അവർ കയ്യും കെട്ടി നോക്കിയിരിക്കില്ല. അതിന് മറുപടിയായിട്ട് ഇറാൻ പറഞ്ഞത്, നിങ്ങൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സഹായം തരുന്ന രാജ്യങ്ങൾ ഉൾപ്പെടെ ഞങ്ങൾ തീമഴ പെയ്യിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിലവിൽ തന്നെ നമ്മൾ കണ്ടതാണ് ഇന്നലെ റാസൽ ഖൈമയിൽ ഉൾപ്പെടെ അവിടുത്തെ ജനങ്ങളോട് ഒഴിഞ്ഞു പോകാനായിട്ട് ആവശ്യപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യം. അതായത് നിലവിൽ തന്നെ മിഡിൽ ഈസ്റ്റിലെ 39 എണ്ണ റിഫൈനറികൾ, ഗ്യാസ് റിഫൈനറികൾ അടക്കം കേടുപാടുകൾ പറ്റുകയോ നശിക്കുകയോ ചെയ്തിട്ടുണ്ട്, 39 എണ്ണം. അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഈ യുദ്ധം തീർന്നാലും എണ്ണ പ്രതിസന്ധി തീരില്ല ലോകത്ത്. ഈ യുദ്ധം നീണ്ടുപോകും തോറും യുദ്ധം ഒരുപക്ഷെ കുറെ നാൾ കഴിയുമ്പോൾ തീരുമാനിക്കും, അല്ലെങ്കിൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ തീരുമാനിക്കും. യുദ്ധം തീർന്നാലും അതിന്റെ കെടുതികൾ മിഡിൽ ഈസ്റ്റ് അനുഭവിച്ചുകൊണ്ടേ ഇരിക്കും എന്നുള്ളതാണ്. കാരണം ഇതിൽ പറയുന്നത്, ഇതിനകത്ത് ഈ ചെറിയ കേടുപാട് പറ്റിയ പ്ലാന്റുകൾ പോലും വീണ്ടും അതിന്റെ പ്രവർത്തനം തുടങ്ങണമെങ്കിൽ മാസങ്ങൾ തന്നെ എടുക്കുമെന്നാണ് പറയുന്നത്. അങ്ങനെ പോയാൽ ഒരു വലിയ രീതിയിൽ തന്നെ അതിനെ മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയും. ഇപ്പൊ മറ്റൊരു വാർത്തയോട് പുറത്തു വരുന്നുണ്ട്, ഈ ഇൻഫ്ലുവൻസർമാര് അതുപോലെ തന്നെ സെലിബ്രിറ്റികളൊക്കെ ഏറ്റവും കൂടുതൽ ഫ്ലാറ്റുകൾ വാങ്ങിക്കൂട്ടി ചെയ്തിരുന്നത് ദുബായിലും മറ്റുമാണ്. അവരതൊക്കെ വിട്ടൊഴിയുന്നു എന്നാണ്. കാരണം ദുബായിൽ ഫ്ലാറ്റ് വാങ്ങുന്നവർ, നമ്മുടെ മലയാളത്തിലൊക്കെ ഒരു വൻമാർക്കും അടിമാർക്കും ഒക്കെ ദുബായിൽ ഫ്ലാറ്റുകളുണ്ട്. ആ ഫ്ലാറ്റുകൾ ഒരു തരത്തിൽ പറഞ്ഞാൽ അവരുടെ ഉപജീവന മാർഗം കൂടിയായിരുന്നു. കാരണം ഈ ഫ്ലാറ്റുകൾ എടുക്കുന്നു, അത് മറ്റവർക്ക് വാടകയ്ക്ക് കൊടുത്തിട്ട് ഈ EMI അടച്ചു പോവുക, ഇല്ലെങ്കിൽ ആ വരുമാനം എടുക്കുകയൊക്കെ ആയിരുന്നു. ഇപ്പൊ അതെല്ലാം വിട്ടൊഴിയുന്നു, ഒരു സുരക്ഷിതമല്ലാത്ത നിലയിലേക്ക്. നമ്മൾ ഇതിന് മുമ്പ് ധനുഷ് ഈ ചർച്ചയിൽ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു, ഇറാന്റെ ലക്ഷ്യം ദുബായ് പോലെയുള്ള രാജ്യങ്ങൾ സുരക്ഷിതമല്ല എന്ന് ലോകത്തിന് തെളിയിച്ചു കൊടുക്കുകയാണ്. നാളെ അവിടെ ഒരു ഇൻവെസ്റ്റ്മെന്റ് വരരുത്, നാളെ അവിടെ ഒരു വ്യവസായികൾ വരരുത്, അത് തെളിയിക്കുകയായിരുന്നു ഇറാന്റെ ലക്ഷ്യം ഈ ആക്രമണമെന്ന്. ഇപ്പോൾ ഏറെക്കുറെ അത് ശരിയായി വരുന്നു എന്ന് നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. ഏതായാലും വലിയ രീതിയിൽ തന്നെയുള്ള ഒരു ആക്രമണം ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ്. അതായത് ഇറാൻ ചെറിയ മീനല്ല എന്ന് ഒരിക്കൽ കൂടി തെളിയിക്കുന്നു എന്ന് മാത്രമല്ല, പാശ്ചാത്യ രാജ്യങ്ങളെ ലക്ഷ്യം വെക്കാനുള്ള ആയുധങ്ങൾ പോലും അവരുടെ പക്കൽ ഉണ്ട് എന്നും, അവരുടെ സൈനിക നേതൃത്വത്തിലെ കുറെ പേരെ കൊന്നൊടുക്കി കഴിഞ്ഞാൽ തീരുന്ന ഒരു സമരവീര്യമോ യുദ്ധവീര്യമോ അല്ല ഇറാന്റെ എന്നും ഇതിൽ നിന്ന് വ്യക്തമാകുന്ന ഒരു കാര്യമുണ്ട്. ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ട്രംപിനെ സംബന്ധിച്ച് യുദ്ധം മടുത്തു തുടങ്ങി, എങ്ങനെയെങ്കിലും ഇത് അവസാനിപ്പിച്ചേ മതിയാവും. ഇതാണ് ഇപ്പോൾ നടക്കുന്ന സാഹചര്യം. ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ശ്രദ്ധേയമായ ഒരു കാര്യം, കയ്യടി നേടുന്ന ഒരു രാജ്യം ഇന്ത്യ മാത്രമാണ്. കാരണം നമ്മൾ നമ്മുടെ എണ്ണക്കപ്പലും മറ്റുമൊക്കെ ഇറാന്റെയും മറ്റും സഹായത്തോടു കൂടിയാണ് ഇവിടെ എത്തിക്കുന്നത്. റഷ്യയിൽ നിന്നും വിശാഖപട്ടണത്തേക്ക് അവരുടെ ഒരു എണ്ണ ടാങ്കർ എത്തിയിരിക്കുന്നത്, അനശ്വതം എണ്ണ ഇന്ത്യയിലേക്ക് ഒഴുകുന്നുണ്ട്. ഇവിടെ പ്രീമിയർ പെട്രോളിന് 2 രൂപ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. രാജ്യത്ത് 3% പേർ മാത്രമാണ് ഈ പ്രീമിയർ എണ്ണ ഉപയോഗിക്കുന്നത്. നമ്മളാരും പ്രീമിയർ എണ്ണ ഉപയോഗിക്കുന്നവരല്ല. നമ്മളൊക്കെ പമ്പിൽ ചെന്ന പ്രീമിയറിന്റെ ആ കൗണ്ടറിൽ നിന്ന് മാറിയാണ് വണ്ടി പാർക്ക് ചെയ്യുന്നത്. അറിയാതെ പോലും 2 തുള്ളി അടിച്ചു കഴിഞ്ഞാൽ 1 രൂപ കൂടുമല്ലോ എന്ന് വെച്ചിട്ടാണ് മാറ്റി നിർത്തുന്നത്. അങ്ങനെയുള്ള നമ്മുടെ രാജ്യത്ത് കേവലം 3% പേര് മാത്രമാണ് പ്രീമിയർ ഉപയോഗിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് അതിനകത്ത് വില വർധനവ് നമുക്കൊരു
കൂടുതൽ നമ്മളെ സാധാരണ ജനത്തിനെ ബാധിക്കുന്നില്ല. പിന്നെ 2 രൂപ കൂടിയത് കൊണ്ട് പ്രീമിയർ പെട്രോൾ അടിക്കുന്നവർക്ക് വിരോധവും പിണക്കവും ഇല്ല. കാരണം അവരുടെ വാഹനങ്ങൾ അത്തരത്തിൽ വില കൂടിയ വാഹനങ്ങളും അവരതല്ല, അതിനേക്കാൾ 5 രൂപ കൂടിയാലും അവരത് അടിക്കുന്നവരുമാണ്. ഇപ്പൊ മദ്യത്തിന് വില കൂടിയെന്ന് പറഞ്ഞാൽ ആരും മദ്യം കഴിക്കാതിരിക്കില്ലല്ലോ. അപ്പൊ അതുപോലെ തന്നെയാണ് പ്രീമിയറിന് അവർ ക്വാളിറ്റി നോക്കി അടിക്കുന്നവരാണത്. അപ്പൊ അവരുടെ വണ്ടിയിൽ അത് മാത്രമേ അടിക്കൂ. അതങ്ങനെ 3% പേർ മാത്രമാണ് അത്തരത്തിലുള്ള എണ്ണകളും മറ്റും അടിക്കുന്നത്. അപ്പം അവർക്ക് ആർക്കും ഒരു പരാതിയായിട്ട് വന്നിട്ടുമില്ല. ബാക്കിയുള്ള സാധാരണ ജനത്തിനെ ബാധിക്കുന്നില്ല. ഇവിടെ ആലോചിക്കേണ്ട ഒരു വിഷയമുണ്ട്. ഈ നമ്മൾ കൊട്ടിഘോഷിച്ച് എപ്പോഴും നമ്മൾ പറയുമല്ലോ, പടിഞ്ഞാട്ടം നോക്കിയാണല്ലോ നമ്മൾ ഇരിക്കുന്നത്, പാശ്ചാത്യം നോക്കിയാണ് നമ്മൾ ഇരിക്കുന്നത്. അത് കണ്ടില്ല, സായിപ്പ് അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ, ഇങ്ങനെ ചെയ്യും. അവിടെ എല്ലാം ഗ്യാസിന് വില കൂടി, അവിടെ എല്ലാം പെട്രോളിന് വില കൂടി, അവിടെ എല്ലാം ക്രൂഡ് ഓയിലിന് വില കൂടി. നമ്മുടെ അയൽ രാജ്യങ്ങളെല്ലാം ക്രൂഡ് ഓയിലും ഡീസലും ഇല്ലാതെ വില കൂടിയ രാജ്യങ്ങളുണ്ട്, അതില്ലാതായ രാജ്യങ്ങളുണ്ട്. അവിടെയും ഉയർത്തി നിൽക്കുന്നത് നരേന്ദ്രമോദിയുടെ ഇന്ത്യ തന്നെയാണ്. ഇവിടെ 1 രൂപ പോലും, 1 പൈസ പോലും പെട്രോളിലോ ഡീസലിലോ കൂട്ടിയിട്ടില്ല, ഗ്യാസിന് കൂട്ടിയിട്ടില്ല എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട ആയിട്ടുണ്ട്. ഒപ്പം തന്നെ ഗ്യാസിന്റെ പ്രതിസന്ധി ഇപ്പോഴില്ലല്ലോ, തീർന്നില്ലേ? ആ കുത്തിത്തിരിപ്പ് ഏറ്റില്ലല്ലോ. 55 ലക്ഷം ബുക്കിംഗ് ആണ് പെർ ഡേ നമ്മുടെ രാജ്യത്ത് വരുന്നത്. അത് എല്ലാവരും കൂടെ കുത്തിത്തിരിച്ച് 89 ലക്ഷത്തിലേക്ക് എത്തിച്ചു. ഒരു പാനിക് സിറ്റുവേഷൻ ഇന്ത്യയിൽ ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു. യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ 55 ലക്ഷമായിട്ട് അത് വീണ്ടും പഴയ നിലയിലേക്ക് വന്നിരിക്കുന്നു. ഇവിടെ ആർക്കും ഒരു പാനിക് സിറ്റുവേഷൻസോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെയില്ല. ഞാൻ എപ്പോഴും പറഞ്ഞൊരു കാര്യമുണ്ട്, ഇന്ത്യക്കാരാണ്, അവരേത് ഭരണമാണെങ്കിലും, ഇത് മോദിയല്ല, ഇനിയിപ്പോ നാളെ രാഹുൽ ഗാന്ധി ഭരിച്ചാലും പ്രതിസന്ധികളെ തരണം ചെയ്യാൻ കഴിവുള്ള ഒരു ജനതയാണ് ഈ രാജ്യത്തുള്ളത്. അപ്പോൾ അവരതിനെ പ്രതിസന്ധികളെ ഈസി ആയിട്ട് തരണം ചെയ്യും. കുത്തിത്തിരിപ്പുകൾക്ക് ഇനി ഈ രാജ്യത്ത് വലിയ സ്ഥാനങ്ങളൊന്നുമില്ല. ഇപ്പോൾ എന്താണ് ഇവിടെ സുഡാപ്പികൾക്ക് മിണ്ടുന്നില്ലല്ലോ ഒന്നും, ഇപ്പോൾ മറ്റു രാജ്യങ്ങൾക്ക് ഒന്നും മിണ്ടാട്ടമില്ലല്ലോ. നരേന്ദ്രമോദി മാത്രമാണ് ഗൾഫ് രാജ്യങ്ങൾക്ക് എല്ലാവർക്കും ഈദ് ആശംസ നേർന്നിട്ടുള്ള ഒരേ ഒരു ലോക ഭരണാധികാരി. വേറെ ഏത് രാജ്യത്തിന്റെ ഭരണാധികാരിയാണെന്ന് ആശംസ നേർന്നതെന്നും കൂടി ഈ ഇവിടുത്തെ സുഡാപ്പികൾ പറയണം. അന്തസ്സോടുകൂടി ആശംസ നേരുക മാത്രമല്ല, യുദ്ധം തീർക്കാൻ ഇന്നലെയും പെഷസ്കിയാനെ വിളിച്ചിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പെഷസ്കിയാനെ വിളിച്ചിട്ട് പറഞ്ഞു, ഹോർമിസ് കടലിടുക്കില് നിങ്ങൾ ഗതാഗത സൗകര്യം തുറന്നു തരണം എന്ന് പറഞ്ഞു. ഇനി ഇന്ത്യക്ക് മാത്രമാണോ എല്ലാവർക്കും വേണ്ടിയിട്ടാണോ എന്നറിയില്ല. ഏതായാലും വളരെ സമാധാനത്തോടു കൂടി ഇന്ത്യയിൽ ഇന്നലെ വളരെ ഭംഗിയായി തന്നെ പെരുന്നാൾ കഴിഞ്ഞ ദിവസം ആഘോഷിച്ചു. വളരെ ഭംഗിയായിട്ട് തന്നെ അത് ആഘോഷിച്ചു. ഒരിടത്തും ഒരു പടക്കം പൊട്ടിയ വാർത്ത പോലും നമുക്ക് കേൾക്കാൻ കഴിയുന്നില്ല. എന്നാൽ ലോകത്തിന്റെ 54ഓളം വരുന്ന ഇസ്ലാമിക രാജ്യങ്ങളുടെ സ്ഥിതി എന്താണ് എന്നുകൂടി ആലോചിക്കണം. പോസ്റ്റൊക്കെ ഇടുന്നത് കൊള്ളാം, നല്ലതാണ്. നിങ്ങൾക്ക് പോസ്റ്റ് ഇടാനുള്ള സ്വാതന്ത്ര്യം ഈ രാജ്യമായതുകൊണ്ടാണ് കിട്ടുന്നത്. ഇറാനിന്റെ കാര്യത്തിൽ പോസ്റ്റ് ഇട്ട UAE മലയാളികളടക്കം 26 പേരും ഇന്നും അകത്ത് കിടക്കുകയാണ്. ഫൈനുണ്ട്. ഇനി അകത്തൊന്നും എന്ന് പുറത്തിറങ്ങുമെന്ന് അറിയില്ല. ഇനി അവരെ വിട്ടു കിട്ടണം, ഇല്ലെങ്കിൽ അവരെ എന്താ മോദി കൊണ്ടുവരാത്തെന്ന് വെച്ചിട്ട് ബഹളം ഉണ്ടാക്കുമെന്ന് എനിക്ക് അറിയത്തില്ല. ഏതായാലും വേറൊരു രാജ്യത്ത് പോയി അവിടുത്തെ നിയമം അനുസരിച്ച് ജീവിക്കണം. ഇവിടെ തോന്നിവാസം കാണിക്കുന്നതൊക്കെയല്ലോ വേറൊരു രാജ്യത്ത് ജീവിക്കുന്നത്. ഇതാണ് ഇപ്പോഴത്തെ നമ്മുടെ കറന്റ് സിറ്റുവേഷൻസ്. എന്തായാലും ഈ ഈദിന് നരേന്ദ്രമോദിയാണ് അവിടെ ഈ UAE-യിലും GCC രാജ്യങ്ങളിലും അവർക്ക് ആശംസ നേർന്നു എന്ന് പറഞ്ഞപ്പോൾ വേറൊരു കാര്യം കൂടെ ഇതിനോട് ചേർത്ത് പറയാതിരിക്കാൻ പോകില്ല. അതുകൂടെ പറഞ്ഞ് നമുക്കിത് അവസാനിപ്പിക്കാം. കഴിഞ്ഞ ദിവസം നമ്മുടെ രാജ്യത്ത് ഈദ് ആഘോഷങ്ങൾ നടക്കുമ്പോൾ രാജസ്ഥാനിലെ ജയ്പൂരിൽ ഈദ് ആഘോഷിക്കാൻ ഒത്തുകൂടിയ മുസ്ലിങ്ങൾക്ക് നേരെ ഹിന്ദുക്കൾ പുഷ്പം വർഷിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. എന്നിട്ട് അവർ പറഞ്ഞത് രാമനും റമദാനും എല്ലാം ഈ രാജ്യത്ത് ഒന്നാണ്. ഇതിപ്പോ നമ്മുടെ കേരളത്തിലല്ലാതായി പോയി. കേരളത്തിലാണെങ്കിൽ ഇത് കേരളത്തിൽ മാത്രമേ നടക്കുകയുള്ളൂ എന്ന് പറഞ്ഞ് വലിയ രീതിയിലൊരു കഥ അടിച്ചറക്കാമായിരുന്നു. പക്ഷെ ഇതങ്ങനെയല്ല. ധനുഷ് ഇവിടെ പറഞ്ഞപ്പോൾ എനിക്ക് വേറൊരു കാര്യം ഓർമ്മ വന്നത്, ഈ ഗൾഫ് രാഷ്ട്രങ്ങളിൽ മിസൈൽ മഴയാണ് പെയ്യുന്നത്, ഇവിടെ റോസാപ്പൂവാണ് പെയ്യുന്നത്. അതാണ് അതിന്റെ വ്യത്യാസം. ഹിന്ദു മുസ്ലിം ഐക്യ സമിതി, അങ്ങനെ ഒരു സമിതി പോലും ഉണ്ട്. അതാണ് രാജസ്ഥാനിലെ BJP ഭരിക്കുന്ന രാജസ്ഥാനിലെ ജയ്പൂരിൽ ഇവർക്ക് മേൽ പുഷ്പവൃഷ്ടി അർപ്പിച്ചത് എന്നുള്ളതാണ്. പക്ഷെ ഇതിന് വേറൊരു ആംഗിളിലും കഥ വരുന്നുണ്ട്. സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്നത്, ഞങ്ങളുടെ ആഘോഷം ഹോളി നടക്കുമ്പോൾ കുറച്ച് വെള്ളം തെറിച്ചാൽ നിങ്ങൾ വലിയ പ്രശ്നം ഉണ്ടാക്കും. പക്ഷെ നിങ്ങളുടെ ആഘോഷം വരുമ്പോൾ ഞങ്ങൾ പുഷ്പവൃഷ്ടിയാണ് നടത്തുന്നത്. ഇത് കേരള സ്റ്റോറി അല്ല, ഇത് ആണ് റിയൽ ഇന്ത്യൻ സ്റ്റോറി എന്ന് പറഞ്ഞുകൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ ഇത് പ്രചരിക്കുന്നത്. താങ്ക് യു സോ മച്ച്.